എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് KME എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിൽ വരുന്ന ഒരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 8 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 11 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,850 സെൻറ്റ് ലാൻഡിലായിട്ട് 1,550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകളെല്ലാം 5 മീറ്റർ വീതിയിൽ ടാർ ചെയ്ത റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സിമ്പിൾ ഡിസൈനാണ് കോമ്പൗണ്ട് വാളിന് ഫോളോ ചെയ്തിരിക്കുന്നത്. 2-വേ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലൊക്കെ ആയിട്ട് ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും 4 അടിയോളം വരുന്ന ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടർ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് നമുക്ക് വീടിൻ്റെ എലവേഷൻ കാണാൻ സാധിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കുകൾ ബാലൻസ് വെക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു കവേർഡ് റൂഫ് ഏരിയ ഒക്കെ ചെയ്ത് വാഹനങ്ങൾ മഴ നനയാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ബിൽഡർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി ഇവിടെയായിട്ട് നമുക്കൊരു ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് കട്ടയൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കടപ്പാക്കല്ലുകളുടെ സൗകര്യങ്ങൾ ഫ്ലോറിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീടിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വൈഡ് വിൻഡോസിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. വീതിയുള്ള സ്റ്റെപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ആയിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ഫ്രഞ്ച് വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആഞ്ഞിലി തടിയിലും മഹാഗണിയിലുമാണ് ഇതിൻ്റെ ഡോറുകളും കട്ടിലുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 പാളിയിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സീലിങ്ങിലേക്കായിട്ട് ജംഗ്ഷൻ ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നേ കണ്ട വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ചെറിയൊരു പാനലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. സീലിങ്ങിലൊക്കെ ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്കായിട്ടൊരു വലിയ സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സുകളും പില്ലർ കോക്കുകളും വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് മിററിൻ്റെ സൗകര്യങ്ങൾ വരാനുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് റൂമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. താഴെയായിട്ട് ലോവർ പാനലിംഗ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിനായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു L ടൈപ്പിൽ വരുന്ന ബ്ലാക്ക് കളർ കൗണ്ടർ ടോപ്പാണ് ഗ്രാനൈറ്റിന് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ചിമ്മിണി വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തേക്ക് ഒരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഒരു സിങ്കിൻ്റെ സൗകര്യങ്ങളും കെറോവിറ്റിൻ്റെ തന്നെ ഒരു മിക്സർ ടാപ്പിൻ്റെ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് പോലത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് വയ്ക്കാം. കൂടാതെ ഡിഷ് വാഷർ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
ചെറിയൊരു സെറ്റ് ബാക്കിൽ കിട്ടുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു സാധാ ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം ഇതിനുള്ളൊരു സൗകര്യത്തിനുള്ള കിണർ വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. വർക്കുകളൊക്കെ ബാലൻസ് നിൽക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനുള്ള പരിപാടികളൊക്കെ ബാലൻസ് നിൽക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഫ്രഞ്ച് വിൻഡോ സൗകര്യത്തിൽ ബേ വിൻഡോ കൺസെപ്റ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. UPVCയിൽ വരുന്ന ഡോറുകളാണ് ജനലിന് കൊടുത്തിരിക്കുന്നത്. ഇനി വാൾഡ്രോബ് സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഏകദേശം ഒരു 3 പാളി കബോർഡ് വർക്ക് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം ഈ ഭാഗത്ത് വരാനുണ്ട്. എല്ലാ വർക്കുകളും തീർത്ത് നമുക്ക് നൽകുന്നതാണ്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പളിൽ വരുന്ന ഒരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട്. 2 ടൈപ്പ് വരുന്ന ടൈലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിക്സർ ടാപ്പുകൾ വരുന്നുണ്ട്. ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നും മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്തേക്കായിട്ട് ഇൻവേർട്ടറിൻ്റെ ക്യാബിൻ സൗകര്യങ്ങളൊക്കെ വരാനുണ്ട്. എല്ലാ വർക്കുകളും തീർത്ത് നൽകുന്നതാണ്. കൂടാതെ നമുക്ക് സ്റ്റെയറിൻ്റെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 90 സെൻറ്റിമീറ്ററിൻ്റെ വീതി വരുന്ന സ്റ്റെപ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2ാമത്തെ ലാൻഡിങ്ങിലെത്തി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു വിൻഡോ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലായിട്ടാണ് ഇവിടെ വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. കുഷനൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 130ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ബേ വിൻഡോ കൺസെപ്റ്റ് വരുന്ന വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വാൾഡ്രോബ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കറാവിറ്റിൻ്റെ തന്നെ നമുക്ക് മിക്സർ ടാപ്പുകൾ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ചെറിയ വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. കിഴക്ക് ഭാഗത്തൊക്കെയായിട്ടൊരു ബേ വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനുള്ള കുഷനൊക്കെ അറേഞ്ച് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്ക് ഈ ഭാഗത്ത് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേ കണ്ട സെയിം ഫിറ്റിങ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെയിം ബാത്റൂം സൗകര്യങ്ങൾ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഫുള്ളി ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ പറ്റുന്ന ടാപ്പ് പോയിൻറ്റുകളും ഡ്രെയിനേജും പ്ലഗ് പോയിൻറ്റുകളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലെ ടെറസിലേക്ക് പോകാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ ബാൽക്കണിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫ്ലോറിലായിട്ടൊരു മാറ്റ് ഫിനിഷ് ടൈല് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു GI ഹാൻഡ് റെയിൽ വർക്കൊക്കെ സേഫ്റ്റിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സീലിങ്ങിലൊക്കെ ആയിട്ട് സിലിണ്ടർ ലൈറ്റുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നിട്ടുമല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നിട്ട് അവൈലബിൾ ആണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് എടപ്പള്ളിയിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എടപ്പള്ളി പുക്കാട്ടുപടി റോഡിലെ KME എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് വരുന്നൊരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഏകദേശം ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു വീട് കൂടിയാണ്.
ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,850 സെൻറ്റ് ലാൻഡിലായിട്ട് 1,550 സ്ക്വയർ ഫീറ്റിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 77 ലക്ഷം രൂപയാണ്. ഏകദേശം 8ഓളം വില്ലകൾ വരുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ ഈ വീട് മാത്രമാണ് നമുക്ക് ബാലൻസ് നിൽക്കുന്നത്. ഈ വീടിൻ്റെ വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു വീട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്.